നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 30 വയസ്സിന് ശേഷം നമ്മുടെ ഏജിങ്ങിൻ്റെ പ്രധാന പ്രശ്നമായിട്ടുള്ള ചുളിവുകളാണ്. ഈ ചുളിവുകൾ നമുക്ക് നേരത്തെ വരുന്ന പ്രോസസ്സ് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള ചുളിവുകളെയൊക്കെ തന്നെ മാറ്റാൻ സഹായകരമാവുകയും ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് മാസത്തിലൊരിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പാക്സുകളും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട്. വീഡിയോ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരെയും കാണണം. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചുളിവുകൾ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 35 തൊട്ട് 40 വയസ്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു ചുളിവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി രീതികൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ്, അതിനുള്ള ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് നേരത്തെ ചുളിവുകൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഏജിങ് പ്രോസസ്സൊക്കെ നേരത്തെ ആവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്കൊരു ബ്രൈറ്റ്നസ് നൽകാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ ഫേഷ്യൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മുടെ ഈ മുഖത്തൊക്കെ തന്നെ ഈ ഒരു ചുളിവുകൾ വരാൻ വേണ്ടിയിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. വളരെ വേഗത്തിൽ തന്നെ പറയാം. ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുന്നില്ല, നമ്മൾ മതിയായിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ തന്നെ ചുളിവുകൾ വളരെ നേരത്തെ തന്നെ പ്രായത്തിൽ മുന്നേ തന്നെ നമുക്ക് ചുളിവുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമതായിട്ട് വരുന്നത് നമ്മളുടെ ഡയറ്റ്സിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിലും ഇതുപോലെ ചുളിവുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പ്രായമാവാനുള്ള കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളാണ് നമുക്ക് ചുളിവുകൾ വരാനുള്ളത്. അപ്പോൾ ഇതിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മാസത്തിലൊരിക്കലും 3 ആഴ്ച കൂടുമ്പോഴും ഈ ഒരു ഫേഷ്യലും കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഞാൻ ഒരു ബുക്കും പെന്നും കൊണ്ട് നിങ്ങൾ എഴുതാനിരിക്കുക. അപ്പോൾ ഞാനിവിടെ ഓരോന്ന് പറയുമ്പോഴേക്കും സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നതാണ് എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് വരുന്നത് നമുക്കറിയാം ഫേഷ്യലിന് കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്സിലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ആദ്യമായിട്ട് വരുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളിത് ഏജിങ് പ്രോസസ്സിനെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ടൊരു ഗ്ലോ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ്. ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് നമ്മുടെ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 സ്പൂണ് ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുക്കുക. അതിനോടൊപ്പം തന്നെ 1 സ്പൂണ് പച്ചപ്പാലും കൂടി എടുക്കുക. ഈ 2 ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ എല്ലാ സ്കിൻ ടൈപ്സിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഒരു കോട്ടൺ പാഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ടോ ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം മുഖത്ത് മുഴുവനായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്ലെൻസിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലെൻസ് കഴിഞ്ഞ പാടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇളകി വരണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്റ്റീം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു തോർത്തോ ടവലോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ വീട്ടിലെന്തായാലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ, ഒരുപാട് പൊള്ളുന്ന ചൂടുവെള്ളമല്ല, ചെറു ചൂടുവെള്ളത്തിൽ അതൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ മുഖത്ത് ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു തോർത്തോ അല്ലെങ്കിൽ ആ ഒരു ടവലോ നമ്മുടെ മുഖത്തിട്ട് കൊടുക്കുക. ചെറു ചൂടോടെ തന്നെ മുഖത്തിട്ടിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ അതുപോലെ തന്നെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം ഈ ഒരു ടവൽ മാറ്റാം. അടുത്തത് നമ്മുടെ എക്സ്ഫോയിലേഷൻ ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ തന്നെ റിമൂവ് ചെയ്യാനായിട്ട് ഈ എക്സ്ഫോയിലേഷൻ വഴി നമുക്ക് കഴിയുന്നതാണ്. പക്ഷേ ഓവർ എക്സ്ഫോയിലേഷൻ ഒരിക്കലും ചെയ്യരുത്. അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയുള്ളൂ. നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത് 3 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ഫോയിലേഷൻ എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ എക്സ്ഫോയിലേഷന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് 1 സ്പൂൺ അരിപ്പൊടിയാണ് വേണ്ടത്. അരിപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ആൻറ്റി ഏജിങ്ങിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും നാച്ചുറലായിട്ട് ഗ്ലോ വർദ്ധിപ്പിക്കാനും, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, നാച്ചുറലായിട്ട് ഗ്ലോ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ അരിപ്പൊടി 1 സ്പൂൺ എടുക്കുക. അതിനകത്തേക്ക് തന്നെ 1 സ്പൂണ് നമുക്ക് തേനും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 മിശ്രിതവും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഇത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് റൗണ്ടായിട്ട് ഫുൾ മസാജ് കൊടുക്കാം. റൗണ്ടായിട്ട് നമ്മൾ നമ്മുടെ മൂക്കിൻ്റെ 2 ഭാഗങ്ങളിൽ, നെറ്റിയുടെ ഭാഗങ്ങളിലൊക്കെ തന്നെ നന്നായിട്ടൊന്നും ഒരു സർക്കുലർ മോഷനിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് അത് കഴുകി കളയാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ഒരു സ്ക്രബ്ബർ, നമ്മൾ കെമിക്കൽ സ്ക്രബ്ബറിനെ കഴിഞ്ഞുമൊക്കെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ്ബേഴ്സാണ് നമ്മുടെ ഫേസിന് എപ്പോഴും സ്യൂട്ടായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രബ്ബേഴ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് അത് നന്നായി കഴുകി കളയുക. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മസാജിങ് ആണ്. ഈ മസാജിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ്
നമ്മൾ ഏകദേശം ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ഏജിങ്ങിൻ്റെ പ്രോസസ്സ് സ്ലോ ആക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഏത്തക്കയാണ്. നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഒരു ചെറിയ കഷ്ണം, നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറിയ കഷ്ണം ഒന്നെങ്കിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അടിക്കാവുന്നതാണ്. നല്ല പഴുത്തിട്ടാണെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്കത് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് 1 സ്പൂണ് നമുക്ക് തേനാണ് ആഡ് ചെയ്യേണ്ടത്. 1 സ്പൂണ് തേൻ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 1 സ്പൂണ് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് റൗണ്ട് മസാജ് കൊടുക്കുക. ഏകദേശം 8 തൊട്ട് 10 മിനിറ്റ് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം ഇത് കഴുകി കളയാവുന്നതാണ്. ഒരു കോട്ടൺ തുണി കൊണ്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചിട്ടെടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ച് വേസ്റ്റ് ചെയ്യണം എന്നില്ല. അതുപോലെ ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കൊരു മാസ്ക് അല്ലെന്നുണ്ടെങ്കിൽ പാക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്കിടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാക്ക്, പ്രത്യേകിച്ച് ചുളിവുകൾ മാറാനും അതുപോലെ തന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് നൽകാനും സാധിക്കുന്ന നമുക്കൊരു പാക്കാണ് ഇത്. ആൻറ്റി ഏജിങ് പാക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യം 1.5 സ്പൂണ് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം നിങ്ങൾ 30 വയസ്സിന് ശേഷമുള്ളവരാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1.5 സ്പൂൺ എടുക്കാം. 40 വയസ്സിന് ശേഷമുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ 2.5 സ്പൂൺ വരെയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 1.5 സ്പൂൺ നിങ്ങൾ മുട്ടയുടെ വെള്ളം എടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് 1 സ്പൂണ് നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്യേണ്ടത്. 1 സ്പൂൺ ഉരുളൻകിഴങ്ങിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യുക. എന്നിട്ട് അടുത്ത 1 സ്പൂൺ എന്ന് പറയുന്നത് നമുക്ക് തൈര് ആഡ് ചെയ്യാവുന്നതാണ്. തൈര് നമുക്ക് നാച്ചുറലായിട്ട് വിറ്റമിൻ സി ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ ഒക്കെ തന്നെ ബ്രൈറ്റ്നസ് നൽകാൻ വേണ്ടിയിട്ടും സോഫ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ 1 സ്പൂണ് തൈരും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. 1 സ്പൂണ് തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചന്ദനത്തിൻ്റെ പൗഡർ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചന്ദനത്തിൻ്റെ പൗഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ മുൾത്താനി മിട്ടിയും ഇതുപോലെ തന്നെ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയും സാധിക്കുന്നതാണ്. ഇനി ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു നമുക്ക് ആ ഒരു അമിതമായിട്ട് ഡ്രൈ ആവുമോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചന്ദനത്തിൻ്റെ പൗഡർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചന്ദനത്തിൻ്റെ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ മുൾത്താനി മിട്ടിയുടെ പൊടിയോ ഏതാണെന്നുണ്ടെങ്കിലും ഓരോ സ്പൂൺ വീതമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഈ മിശ്രിതം എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഉണങ്ങാൻ നിൽക്കരുത്. നല്ലപോലെ ഇങ്ങനെ ഉണങ്ങിയിട്ട് നമ്മളത് കഴുകി കളയാൻ നിൽക്കരുത് ഒരിക്കലും. നമ്മൾ ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഏകദേശം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ സാധാരണ ഒരു വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു തണുത്ത വെള്ളം കൊണ്ടോ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ട് തന്നെ നല്ല ഒരു സോഫ്റ്റ്നെസ് നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് സ്കിൻ ടൈറ്റൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇത് നമുക്ക് ഏജിങ് പ്രോസസ്സ് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ചുളിവുകളുള്ളവർക്ക് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ, സ്ഥിരമായിട്ടെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ 3 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്കിത് മാറ്റം വരുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാക്സുകളുണ്ട്. അതായത് ഈ ഒരു നമ്മൾ ഈ ഒരു നാച്ചുറലായിട്ട് ചെയ്യുന്നൊരു ഫേഷ്യലാണ്. അപ്പോൾ അത് നമുക്ക് കെമിക്കൽ ഫേഷ്യൽ പോലെയുള്ള എഫക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. 3 ആഴ്ച കൂടുമ്പോൾ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനിടയിൽ നമുക്ക് ഈ ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പാക്സുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഉരുളൻകിഴങ്ങ് തന്നെയാണ്. ഉരുളൻകിഴങ്ങ് നമ്മുടെ സ്കിന്നിന് അത്രമാത്രം നല്ലതാണ്. കാരണം അത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുക മാത്രമല്ല നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് നമ്മൾ ഏകദേശം 1 സ്പൂണോളം ഉരുളൻകിഴങ്ങ് എടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് വേപ്പിൻ്റെ ഇലയുണ്ടല്ലോ, നമ്മൾ ആര്യവേപ്പിൻ്റെ ഒക്കെ ഇല നമുക്ക് പൊടിച്ചിട്ടുള്ളത് കിട്ടും, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ആയുർവേദ ഷോപ്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നതാണ്. വേപ്പിൻ്റെ ഒരു പൊടി കിട്ടുന്നതാണ്. അപ്പോൾ വേപ്പിൻ്റെ പൊടി നിങ്ങൾ 1 സ്പൂൺ എടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉരുളൻകിഴങ്ങിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും മാത്രം മതി. ഇത് നമ്മൾ മുഖത്ത് നമ്മളെ ചുളിവുകളുള്ള, പ്രത്യേകിച്ച് ആ ചുളിവുകളുള്ള ഭാഗത്തൊക്കെ തന്നെ ഇട്ട് കൊടുക്കുക. കഴുത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്, നമ്മുടെ ഫോർഹെഡിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്, കണ്ണിന് അടിയിലുള്ള ഭാഗത്തും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേപ്പിൻ്റെ പൊടി കിട്ടുന്നില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മുൾത്താനി മിട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചന്ദനത്തിൻ്റെ പൗഡറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ
അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഏകദേശം 3 ആഴ്ചയോളം എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യാനും നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അതുപോലെ നമുക്കിതിന് പ്രധാനം, ഈ ഒരു ചുളിവുകൾക്ക് ഏറ്റവും പ്രധാനം നമുക്ക് കൊളാജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അതിൽ പ്രത്യേകമായിട്ട് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഏജിങ്ങിൻ്റെ പ്രോസസ്സ് സ്ലോ ആക്കിയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെയല്ല നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.